എറണാകുളം മാമംഗലം വഴി പോകുമ്പോൾ ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ഒരു കിടു സ്മെല്ല് കിട്ടാറുണ്ട്. അതൊരു വേറിട്ട അനുഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മോഡേൺ ഫുഡ് കമ്പനിയുടെ നമ്മൾക്കെല്ലാം സുപരിചിതമായ മോഡേൺ ബ്രെഡിനെ കുറിച്ചാണ്. ഇപ്പോഴും കമ്പനി അവിടെ ഉണ്ട്, പക്ഷേ ഭൂതകാലത്തെ മോഡേൺ അല്ല ഇപ്പോഴത്തെ മോഡേൺ. നമ്മളിൽ പലരും നമ്മുടെ കുട്ടിക്കാലം മുതൽ ഓർമ്മിക്കുന്ന ഒരു പേരായ മോഡേൺ ബ്രെഡിന്റെ യഥാർത്ഥ കഥയും വർഷങ്ങളായി അത് എങ്ങനെ മാറിയെന്നുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹലോ എവരിവൺ, ഐ എം രഞ്ജിത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1965 മോഡേൺ ബേക്കറീസിന്റെ സ്ഥാപനത്തോടെയാണ് മോഡേൺ ബ്രെഡിന്റെ കഥ ആരംഭിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് ആണ് ഈ പുതിയ കമ്പനി സ്ഥാപിച്ചത്. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ താരാമണിയിലെ കാശി കുന്ദ്രത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അക്കാലത്ത് രാജ്യത്ത് വളരെ കുറച്ച് ബ്രാൻഡഡ് ബ്രെഡ് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും നല്ല നിലവാരമുള്ള ബ്രെഡ് ലഭ്യമാക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. മോഡേൺ ബേക്കറീസ് പെട്ടെന്ന് തന്നെ ഉപഭോക്താക്കൾക്കിടയിൽ പ്രശസ്തി നേടുകയും പുതിയ ബ്രെഡിന്റെ വിശ്വസനീയമായ ഒരു ബ്രാൻഡായി മാറുകയും ചെയ്തു. ഇന്ത്യയിലുടനീളമുള്ള 13 നഗരങ്ങളിൽ ബ്രെഡ് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ബ്രെഡ് നിർമ്മിക്കാൻ കഴിയുമെന്ന് അവർ കാണിച്ചു തന്നു. വർഷങ്ങളോളം കമ്പനി ഒരു പൊതു സംരംഭത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. സർക്കാർ ഉടമസ്ഥത വിശ്വാസം വളർത്തുകയും എല്ലായിടത്തും അതിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കുകയും ചെയ്തു. ബ്രെഡിന്റെ രുചിയും വൈവിധ്യവും രാജ്യത്തുടനീളമുള്ള നിരവധി ആളുകളുടെ ഹൃദയങ്ങളെ ആകർഷിച്ചു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ മോഡേൺ ബേക്കറീസ് ബേക്ക്ഡ് ബ്രെഡ് എന്ന സിമ്പിൾ ഐഡിയയ്ക്ക് അപ്പുറം വളർന്നു. കമ്പനി വലിയ പ്രശസ്തി നേടുകയും മോഡേൺ ബ്രെഡ് എന്ന ഈ ഉൽപ്പന്നം അറിയപ്പെടുകയും ചെയ്തു. കാലക്രമേണ ബ്രാൻഡ് ഒരു വീട്ടുപേരായി മാറി. ബ്രെഡിന്റെ ഗുണനിലവാരവും പുതുമയും ആളുകളുടെ മനസ്സിൽ കുടിയേറി. നമ്മുടെ തൊട്ടടുത്ത കടകളിൽ മോഡേൺ ബ്രെഡിന്റെ പാക്കേജ് കാണുന്നത് സാധാരണമായി. ഉൽപാദന പ്രക്രിയ വളരെ ശ്രദ്ധയോടെയാണ് സജ്ജീകരിച്ചത്. വിശ്വസനീയമായ ഒരു പോഷകാഹാര സ്രോതസ് ആവശ്യമുള്ള കുടുംബങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും മോഡേൺ കമ്പനിയുടെ ഓവനിൽ നിന്ന് ബ്രെഡ് വന്നുകൊണ്ടിരുന്നു. ഈ കാലഘട്ടം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു പാരമ്പര്യത്തിന്റെ തുടക്കമിട്ടു. നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം മാറിക്കൊണ്ടിരുന്നു. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പുതിയ വഴികൾ സർക്കാർ തേടുകയായിരുന്നു. 2000-ൽ ബ്രെഡ് നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു. ഈ വിറ്റഴിക്കൽ പ്രക്രിയയിൽ സർക്കാർ മോഡേൺ ബേക്കറീസിലെ തങ്ങളുടെ ഓഹരികൾ വിറ്റു. HUL എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ബിസിനസ് ഏറ്റെടുക്കുകയും ഒരു വലിയ ആഗോള കമ്പനിയുടെ വിഭവങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്തു. മോഡേൺ ബ്രെഡ് ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വളർച്ച നേടാനും കൂടുതൽ ഉപഭോക്താക്കളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാമെന്നും HUL വിശ്വസിച്ചു. HULന്റെ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനങ്ങൾ തുടർന്നു. ബ്രാൻഡ് അതിന്റെ വിപണി സാന്നിധ്യം നിലനിർത്തി. ഉപഭോക്താക്കൾക്ക് വളരെ ദീർഘകാലമായി പരിചയമുള്ള ബ്രാൻഡ് ആയതുകൊണ്ട് ഒരു സ്വകാര്യ മാനേജ്മെന്റിലേക്കുള്ള മാറ്റങ്ങൾ എതിർപ്പുകളൊന്നുമില്ലാതെ സുഗമമായി നടന്നു. 2000-ൽ മോഡേൺ ബ്രെഡ് ഏറ്റെടുത്തതിനു ശേഷമുള്ള കാലയളവിൽ കമ്പനി വൈവിധ്യമാർന്ന ബേക്ക്ഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് തുടർന്നു. സോഫ്റ്റ് വൈറ്റ് ബ്രെഡിന് പേര് കേട്ടതിനൊപ്പം സ്വീറ്റ് ബ്രെഡുകളും ഹെൽത്തി ബ്രെഡുകളും കമ്പനി വാഗ്ദാനം ചെയ്തു. ഇതിലൂടെ ബേക്കറി മേഖലയിൽ ആളുകൾക്ക് കൂടുതൽ ചോയ്സസ് ലഭിച്ചു തുടങ്ങി. ബ്രാൻഡ് അതിന്റെ വലിയ വിപണി വിഹിതം നിലനിർത്തുകയും ഇന്ത്യയിലെ മറ്റ് ബ്രെഡ് നിർമ്മാതാക്കൾക്കിടയിൽ ഒരു പ്രധാന എതിരാളിയുമായിരുന്നു. ഉൽപ്പന്നത്തിന്റെ വിശ്വാസ്യതയും അതിന്റെ വ്യാപകമായ ലഭ്യതയും പല വീടുകളിലും ശക്തമായ സാന്നിധ്യം നിലനിർത്താൻ അതിനെ സഹായിച്ചു. എന്നിരുന്നാലും വിപണികൾ വികസിച്ചതോടെ HUL പോലുള്ള വലിയ കമ്പനികളുടെ തന്ത്രങ്ങളും വളർന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം HUL അതിന്റെ ബിസിനസ് പോർട്ട്ഫോളിയോ പുനർമൂല്യനിർണ്ണയം ചെയ്തു. കമ്പനിയുടെ പ്രധാന ബിസിനസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള മറ്റു മേഖലകൾ നോക്കുകയും ചെയ്യണമെന്ന് കമ്പനി തീരുമാനിച്ചു. ഈ തന്ത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അറിയപ്പെടുന്ന മോഡേൺ ബ്രെഡ് ബ്രാൻഡ് ഉൾപ്പെടെയുള്ള ബ്രെഡ് ബേക്കറി ബിസിനസ് വിൽക്കാൻ HUL തീരുമാനിച്ചു. 2016-ൽ മോഡേൺ ബ്രെഡ് എന്ന പ്രൊഡക്റ്റിലൂടെ പ്രശസ്തമായ കമ്പനിയായ മോഡേൺ ഫുഡ്സിനെ HUL എവർസ്റ്റോൺ ക്യാപിറ്റൽ എന്ന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനത്തിന് വിറ്റു. ഈ മാറ്റം ബ്രാൻഡിന് ഒരു പ്രധാന വഴിത്തിരിവായി. HULന്റെ ഉടമസ്ഥതയിൽ മോഡേൺ ബ്രെഡ് വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ പേരുകളിൽ ഒന്നായി തുടരുകയായിരുന്നു. എന്നാൽ പുതിയ ഉടമകൾ ബ്രാൻഡിന്റെ ശക്തമായ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാനും പുനർനിർമ്മിക്കാനുമുള്ള അവസരം കണ്ടു. എവർസ്റ്റോൺ ക്യാപിറ്റൽ ബിസിനസ് മാറ്റുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു. നിർമ്മാണ പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനും ഗവേഷണത്തിലും വികസനത്തിലും നിക്ഷേപിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് നന്നായി മനസ്സിലാക്കുന്നതിനും അവരുടെ ടീം കഠിനമായി പരിശ്രമിച്ചു. എവർസ്റ്റോൺ ക്യാപിറ്റൽ 2017 ജൂണിൽ മോഡേൺ ബ്രെഡ് ബ്രാൻഡ് പുനരാരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിന്റെ കവറേജ് ശക്തിപ്പെടുത്തുന്നതിനാണ് അവർ ഇത് ചെയ്തത്. ലേബലുകൾ മാറ്റുകയോ പാക്കേജിംഗ് പുനർരൂപകൽപ്പന ചെയ്യുകയോ മാത്രമായിരുന്നില്ല. പുതിയ തലമുറ ഉപഭോക്താക്കൾക്കായി ഒരു വിശ്വസനീയ ബ്രാൻഡ് പുതുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഗുണനിലവാരവും രുചിയും അതേപടി നിലനിൽക്കുന്നുവെന്ന് കമ്പനി ഉറപ്പുവരുത്തി. പുതിയ സാങ്കേതിക വിദ്യയും മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള രീതികളും ഉപയോഗിച്ച് അവർ അവയെ മികച്ചതാക്കി. ഈ റീലോഞ്ച് കൊണ്ട് അർത്ഥമാക്കുന്നത് മോഡേൺ ബ്രെഡിന്റെ പാരമ്പര്യം അതുപോലെ നിലനിർത്തിക്കൊണ്ട് മോഡേൺ ബ്രെഡിനെ ഒരു പുതിയ ഉൽപ്പന്നമായി മാറ്റുക എന്നാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഡേൺ ബ്രെഡ് വിജയം നേടിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്.
അതിന്റെ ഉന്നതിയിൽ രാജ്യത്തെ ബ്രെഡ് വിപണിയുടെ 40% ബ്രാൻഡ് നിയന്ത്രിച്ചിരുന്നുവെന്ന് അറിയപ്പെട്ടിരുന്നു. ബ്രെഡിനൊപ്പം കേക്കുകൾ, മഫിനുകൾ, റസ്കുകൾ, ബണ്ണുകൾ, ക്രീം റോളുകൾ എന്നിവ ഉൾപ്പെടെ കമ്പനി ഉൽപ്പന്ന നിര വികസിപ്പിച്ചു. ഓരോ പുതിയ ഉൽപ്പന്നവും വിശാലമായ ഉപഭോക്താക്കളുടെ വൈവിധ്യമാർന്ന അഭിരുചികൾ നിറവേറ്റാനുള്ള ശ്രമമായിരുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടെ പ്രാദേശിക അഭിരുചികളുമായി പൊരുത്തപ്പെടുന്ന ചോയ്സസ് ലഭിച്ചു. പ്രൊഡക്റ്റ് ലൈനിലെ എക്സ്പാൻഷൻ കമ്പനിയെ വിശ്വസ്തരായ ഉപഭോക്തൃ അടിത്തറ പിടിച്ചെടുക്കാനും നിലനിർത്താനും സഹായിച്ചു. എവർസ്റ്റോൺ ക്യാപിറ്റലിന്റെ സഹായത്തോടെ പുതുക്കിയ ബിസിനസ് ഏതാനും വർഷം കൈകാര്യം ചെയ്തതിനു ശേഷം ഒരു പ്രധാന മാറ്റം വരുത്തി. 2021 തുടക്കത്തിൽ മോഡേൺ ഫുഡ്സ് ബ്രാൻഡ് വീണ്ടും ഉടമസ്ഥത കൈമാറി. ഇത്തവണ പുതിയ ഉടമ മറ്റാരുമല്ല, മെക്സിക്കോയിലെ ഗ്രൂപ്പോ ബിംബോ ആയിരുന്നു. 33 രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങളും 13,000-ലധികം ഉൽപ്പന്നങ്ങളും 100-ലധികം ബ്രാൻഡുകളും ഉൾക്കൊള്ളുന്ന ഒരു പോർട്ട്ഫോളിയോയുമുള്ള ഏറ്റവും വലിയ ബേക്കിംഗ് കമ്പനിയായ ഗ്രൂപ്പോ ബിംബോ ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഗ്രൂപ്പോ ബിംബോ മോഡേൺ ഫുഡ്സിനെ ഏറ്റെടുത്തത് കമ്പനിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായിരുന്നു. മോഡേൺ ഫുഡ്സ് ബിസിനസ് ഉടമസ്ഥാവകാശം മാറ്റുന്നത് ഇത് 3ാം തവണയായിരുന്നു. സർക്കാരിൽ നിന്ന് HUL-ലേക്കും പിന്നീട് എവർസ്റ്റോൺ ക്യാപിറ്റലിലേക്കും ഇപ്പോൾ ഗ്രൂപ്പോ ബിംബോയിലേക്കും. ഈ ഏറ്റെടുക്കലിലൂടെ ഗ്രൂപ്പോ ബിംബോ തങ്ങളുടെ ആഗോള വൈദഗ്ധ്യം ഇന്ത്യയിലെ ബേക്കിംഗ് വ്യവസായത്തിലേക്ക് കൊണ്ടുവന്നു. മോഡേൺ ഫുഡ്സിന്റെ സാന്നിധ്യം കൂടുതൽ വിപുലീകരിക്കുന്നതിനായി നിർമ്മാണം, മാർക്കറ്റിംഗ്, വിതരണം എന്നിവയിലെ തങ്ങളുടെ ശക്തികൾ ഉപയോഗിക്കാൻ കമ്പനി പദ്ധതിയിട്ടു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പോ ബിംബോയുടെ വ്യാപകമായ ശൃംഖല മോഡേൺ ഫുഡ്സിനെ പുതിയ വിപണികളിൽ എത്താനും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ പുതിയ ഘട്ടത്തിൽ മോഡേൺ ഫുഡ്സ് ഇന്ത്യയിൽ അറിയപ്പെടുന്നതും ആദരണീയവുമായ ഒരു ബ്രാൻഡായി തുടർന്നു. ലോകമെമ്പാടുമുള്ള ഒരു പേരിൽ അതിന്റെ യാത്ര തുടർന്നു. മോഡേൺ ബ്രെഡിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും വളരാൻ പുതിയ അവസരങ്ങൾ നൽകുന്നതിനുമുള്ള ഒരു മാർഗമായാണ് ഈ പരിവർത്തനം കാണപ്പെട്ടത്. ഉടമസ്ഥതയിലെ ഓരോ മാറ്റവും ബ്രാൻഡിന് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1965 മോഡേൺ ബേക്കറീസ് എന്ന പേരിൽ ബ്രാൻഡ് ആരംഭിച്ചപ്പോൾ അതൊരു പയനിയർ ആയിരുന്നു. പൊതുജനങ്ങൾക്ക് വിശ്വസനീയമായ ഒരു ഫുഡ് സോഴ്സ് നിർമ്മിക്കുക എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യം. ഒരു സർക്കാർ സംരംഭം എന്ന നിലയിൽ സ്ഥിരതയും പൊതുജന വിശ്വാസവും ഇതിന് ഗുണം ചെയ്തു. സമൂഹത്തിന് നന്നായി സേവനം നൽകുന്ന ഒരു മാനദണ്ഡം പാലിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഉൽപ്പന്നമെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു. ആ ആദ്യകാലങ്ങളിൽ ബ്രാൻഡ് എല്ലാ ദിവസവും പുതിയ ബ്രെഡ് നൽകുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ലാഭത്തിന് വേണ്ടിയല്ല, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു ഉൽപ്പന്നം ഉണ്ടായിരിക്കുന്നതിൽ ഒരു അഭിമാനബോധം ഉണ്ടായിരുന്നു. 2000-ൽ HUL ഏറ്റെടുത്തപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കീഴിലുള്ള പരിവർത്തനത്തിന്റെ കഥയായി. മോഡേൺ ബ്രെഡിന്റെ ഗുണനിലവാരം നിലനിർത്താൻ സഹായിക്കുന്ന ആധുനിക രീതികളും നിക്ഷേപങ്ങളും HUL അവതരിപ്പിച്ചു. ഈ ഘട്ടത്തിൽ ബ്രെഡിന്റെ വിശ്വസനീയമായ രുചി ഇന്നത്തെ ശുചിത്വ ഉൽപാദന നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. HUL കൊണ്ടുവന്ന മാറ്റങ്ങളിൽ മികച്ച ഗുണനിലവാര നിയന്ത്രണവും ഒരു മാർക്കറ്റിംഗ് തന്ത്രവും ഉൾപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന മത്സരാധിഷ്ഠിത വിപണിയിൽ മോഡേൺ ബ്രെഡ് പ്രിയങ്കരമായി തുടരാൻ ഈ കാലഘട്ടം സഹായിച്ചു. 2016-ൽ എവർസ്റ്റോൺ ക്യാപിറ്റലിലേക്കുള്ള വിൽപ്പനയോടെ ബ്രാൻഡ് ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചു. മോഡേൺ ഫുഡ്സിനെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്താനുള്ള അവസരം എവർസ്റ്റോണിലെ നേതൃത്വം കണ്ടു. അത്യാധുനിക ഉൽപാദന സൗകര്യങ്ങളിലും മെച്ചപ്പെട്ട ഗവേഷണ വികസനത്തിലും അവർ നിക്ഷേപിച്ചു. അവരുടെ സമീപനം വിശദവും ശ്രദ്ധാപൂർവവുമായിരുന്നു. ഉൽപ്പന്നം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർ ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് പഠിച്ചു. 2017-ൽ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള എല്ലാം ശരിയായ രീതിയിലാണെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്താണ് പുനരാരംഭിച്ചത്. പാക്കേജിംഗ്, ഡിസൈൻ, ഫ്ലേവർ, ടെക്സ്ചർ എന്നിവ മോഡേൺ ബ്രെഡിന്റെ ക്ലാസിക് ഗുണങ്ങൾ പ്രദർശിപ്പിച്ചതിനൊപ്പം ഏറ്റവും പുതിയ ബേക്കിംഗ് ടെക്നിക്കുകളും ഉപയോഗിച്ചു. പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത വിശ്വാസം നിലനിർത്തുന്നതിനൊപ്പം പുതിയൊരു തുടക്കത്തിലേക്ക് കടക്കുക എന്നതായിരുന്നു എവർസ്റ്റോണിന്റെ ശ്രമങ്ങൾ. പിന്നീട് 2021-ൽ ബ്രാൻഡ് ഗ്രൂപ്പോ ബിംബോയ്ക്ക് കൈമാറി. ഇത് അതിന്റെ നീണ്ട ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന നിമിഷമായി അടയാളപ്പെടുത്തി. ബേക്കിംഗ് ബിസിനസ്സിലെ അനുഭവത്തിന് പേരുകേട്ടതാണ് ഗ്രൂപ്പോ ബിംബോ. ലോകത്തിലെ ഏറ്റവും വലിയ ബേക്കറിയായി വളർന്നു. മോഡേൺ ഫുഡ്സുമായി ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം ബ്രാൻഡിന് ഇപ്പോൾ ആഗോള വിഭവങ്ങൾ, അറിവ്, സ്കെയിൽ എന്നിവ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് അർത്ഥമാക്കി. ഉൽപ്പന്ന ശ്രേണികളുടെ കൂടുതൽ വിപുലീകരണത്തെയും വിതരണ ചാനലുകൾ മെച്ചപ്പെടുത്തുന്നതിനെയും പിന്തുണയ്ക്കുന്ന അധിക നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ഗ്രൂപ്പോ ബിംബോ പദ്ധതിയിട്ടു. അതിന്റെ മാനേജ്മെന്റിന് കീഴിൽ ഗുണനിലവാരത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനും അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഗ്രൂപ്പോ ബിംബോയുടെ ആഗോള സാന്നിധ്യം ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട നൂതന ആശയങ്ങൾ ഉടൻ ആസ്വദിക്കാൻ ഇടയാക്കും. ഇത് ആധുനിക വിപണിയിൽ ബ്രാൻഡിനെ കൂടുതൽ പ്രസക്തമാക്കുന്നു. ഈ മാറ്റത്തിലുടനീളം ഒരു കാര്യം അതേപടി നിലനിന്നു: ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധത. മോഡേൺ ബ്രെഡിന്റെ ഉപഭോക്താക്കൾ എപ്പോഴും ശ്രദ്ധയോടെ നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് വാങ്ങുന്നതെന്ന് വിശ്വസിച്ചിരുന്നു. ഗവൺമെന്റ് ഉടമസ്ഥതയുടെ കാലം മുതൽ ഗ്രൂപ്പോ ബിംബോയുടെ ആഗോള നേതൃത്വം വരെ നീളുന്ന വർഷങ്ങളായി കെട്ടിപ്പടുത്ത വിശ്വാസം സ്ഥിരമായി തുടരുന്നു.
ഓരോ പുതിയ ഉടമയും ഈ പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും അത് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതോടൊപ്പം അത് മെച്ചപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്തു. ഉൽപ്പന്ന ശ്രേണി വിശാലമാക്കുന്നതിലും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലും മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്തുന്നതിലും അവർ പ്രവർത്തിച്ചു. എന്നാൽ എല്ലാ തീരുമാനങ്ങളിലും ഗുണനിലവാരം എല്ലായ്പ്പോഴും ബ്രാൻഡിന്റെ മുൻഗണനയാണ്. വെല്ലുവിളികളും അവസരങ്ങളും കണ്ടിട്ടുള്ള, എപ്പോഴും ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ചത് നൽകാൻ പരിശ്രമിക്കുന്ന ഒരു ബ്രാൻഡായ മോഡേൺ ബ്രെഡിന്റെ കഥയാണിത്. നിരവധി ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഒരു ബിസിനസ് മാറുന്ന കാലത്തിനനുസരിച്ച് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെയും നവീകരണത്തിന്റെയും പ്രാധാന്യവും ശ്രദ്ധാപൂർവം സന്തുലിതമാക്കേണ്ട നടപടിയും ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ പങ്കുവെക്കുന്നതിലൂടെ മോഡേൺ ബ്രെഡിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.